RMP ഒറ്റയ്ക്ക് ഭരിക്കുന്ന ഒഞ്ചിയം ഗ്രാമപഞ്ചായത്തിൽ 17 വാർഡുകളിലേക്കും പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. UDF ആകട്ടെ 6 സീറ്റിലാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ UDF വിജയിച്ച 2 വാർഡുകളിൽ ഉൾപ്പെടെ ഇത്തവണ സ്ഥാനാർത്ഥികളില്ല. UDFനും BJPക്കും സ്ഥാനാർത്ഥികളില്ലാത്തതിനാൽ പല വാർഡുകളിലും RMPയും CPMും നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ്. വടകരയിൽ RMP രഹസ്യധാരണയുണ്ടാക്കിയാണ് മത്സരിക്കുന്നതെന്നാണ് CPMന്റെ ആരോപണം. ഈ RMP UDF BJP കാര്യമായെല്ലാം കൂടിച്ചേർന്നുള്ള ഒരു ബാന്ധവത്തിലാണ് ഇവിടെ ഏർപ്പെട്ടിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് കോഴിക്കോട് DCC പ്രസിഡന്റ് KC അബുവിന്റെ പ്രതികരണം ഇങ്ങനെ: RMPയെ തൊട്ടാൽ മുറിഞ്ഞു പോകും എന്ന വിശ്വാസം ഞങ്ങൾക്കില്ല. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJP CPM രണ്ടും കോൺഗ്രസിന്റെ ഈ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഇന്നത്തെ എതിരാളി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവരെ പരാജയപ്പെടുത്താൻ RMPയൊക്കെ ആയി ഞങ്ങൾക്ക് കൂടാം. വടകര നഗരസഭയിൽ 2 വാർഡുകളിൽ RMPയും UDFും പിന്തുണയ്ക്കുന്നത് ഒരേ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയാണ്. അതേസമയം ആരുമായും കൂട്ടുകെട്ടില്ലെന്നാണ് RMP നേതാക്കൾ പറയുന്നത്. ഞങ്ങൾക്ക് ശക്തമായിട്ട് ജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളിൽ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. അല്ലാത്ത സ്ഥലങ്ങളിൽ ഇതുപോലുള്ള രാഷ്ട്രീയത്തിന് അവിടെയുള്ള ആളുകൾ വോട്ട് ചെയ്യും. ഒഞ്ചിയത്തിന് പുറമെ ഏറാമല, അഴിയൂർ, ചോറോട് പഞ്ചായത്തുകളിലെ പല വാർഡുകളിലും RMPയും UDFും പരസ്പര ധാരണയിലാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും UDFുമായി RMP രഹസ്യധാരണയുണ്ടാക്കിയതായി ആരോപണമുയർന്നിരുന്നു. ഷിത ജഗത്, മീഡിയ 1, കോഴിക്കോട്.